സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അർജുന് എന്താണ് സംഭവിച്ചത്? നമ്മളെല്ലാവരും ഒരാഴ്ചയായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഊണിലും ഉറക്കത്തിലും അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ നോക്കുന്നത് അർജുൻ എന്ന് പറയുന്ന യുവാവിൻ്റെ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ. അതായത് നമ്മൾക്കാർക്കും അർജുനെ നേരിട്ട് പരിചയമില്ല, എന്നാലും നമ്മളെല്ലാം മനസ്സിൽ ഇപ്പോൾ അർജുനുണ്ട്. അർജുൻ ഒരു ആപത്തും കൂടാതെ വരണമേ എന്നാണ് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ അവിടുന്ന് വരുന്ന റിസൾട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വിശ്വസിക്കണം, ആരെ തള്ളണം എന്നൊന്നും അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംവിധാനവുമുള്ള ഒരു ലോറിയാണ്. ആധുനിക സംവിധാനങ്ങൾ മുഴുവനുള്ള ഭാരത് ബെൻസ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയുടെ ഒരു പുതിയ മോഡൽ ലോറിയാണ്. ആ ലോറിയിൽ GPS സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് കമ്പനി അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, ലോറിയിലൊക്കെ ഇപ്പം GPS ഉണ്ട്. അത് GPS ഉണ്ടെങ്കിൽ മാത്രമേ ബ്രേക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ. എന്നിട്ടും ഇത്രയും സംവിധാനങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു ലോറി കണ്ടെത്താൻ കഴിയാത്തത്? ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ പൊതുജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? എന്താണ് ഇവിടെ ഉള്ളത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഇപ്പം ചളിവാരി എറിയുകയാണ്. അതായത് കർണാടക ഗവൺമെൻറ് പറയുന്നത് നിങ്ങളാണ് കാരണം, നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ കുറേ ആൾക്കാർ കർണാടക ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇറങ്ങണം. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എന്തോ നടക്കുമെന്നുള്ളതാണ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ കോൺഗ്രസിന് നല്ല രീതിയിൽ സമ്മർദ്ദങ്ങൾ ചുലത്താം. അവിടെയുള്ള മുഖ്യമന്ത്രിമാരുമായിട്ട് നിരന്തരം സംസാരിക്കാം. അവരോട് പറയാം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ അവരോട് പറയാം. പക്ഷെ ഇവിടെ ചില ആൾക്കാരൊക്കെ മിണ്ടാതിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അതായത് വലിയൊരു ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ കേട്ടെ എന്നുള്ള തരത്തിൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ എല്ലാവരും കുറ്റം പറയുന്ന മാധ്യമ പ്രവർത്തകരെയാണ്. അവരുള്ളത് കൊണ്ടല്ലേ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നത്. അവരില്ലെങ്കിൽ ഇത്രയും സംഭവിക്കൂല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഉദാസീനമായിട്ടുള്ള ഒരു ഇതാണ്. ദുരന്ത മുഖത്ത് നിന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ സെൽഫി എടുത്തിട്ട് അയക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ സെൽഫി എടുക്കുകയാണ് ആ മനുഷ്യൻ്റെ ഇവിടെ പ്രാധാന്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും അവരുടെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സിഗ്നൽ കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ കൃത്യമായിട്ടുള്ളൊരു വിവരം തരാൻ ആർക്കും കഴിയുന്നുമില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. ഇന്ന് കലിയുഗ വരദൻ എന്ന് പറയുന്ന ഒരു ജ്യോതിഷം വന്നിട്ടുണ്ട്. ഇനി അദ്ദേഹവും നാളെ അങ്ങോട്ട് പോകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളെ കൂടിയും കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഈ കലിയുഗ വരദൻ ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ പറ്റിയിട്ടുള്ള മോശം വർത്താനാണ്. അത് ഞാൻ ഏതായാലും ഇത് പറയുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് അയാളുടെ വേറൊരു ഇതാണ് എനിക്ക് വന്നിരിക്കുന്നത് അപ്പോഴേ. അതായത് ഒരു മനുഷ്യൻ മരിക്കാതെ ഒരു മനുഷ്യനാ, എന്താണ് ഈ മനുഷ്യൻ പറയുന്നത്? എന്ത് അസംബന്ധമാണ് പറയുന്നത്? ഈ കലിയുഗ ജ്യോതിഷ വരദൻ എന്നൊരു പേര് പറഞ്ഞു. എന്നാൽ പിന്നെ ഇയാൾക്കങ്ങ് കുണച്ചാൽ പോരെ, എല്ലാവരുടെയും പോയിട്ട് നടന്നു. ഇയാൾക്ക് പോയിട്ട് കണ്ടുപിടിച്ചാൽ പോരെ. അന്ന് തന്നെ പറഞ്ഞൂടെ ഇയാൾക്ക് ഇവിടെ ഉണ്ട് അർജുൻ എന്ന് പറഞ്ഞാൽ പോരെ. അല്ലാതെ ഇത്രയും ദിവസം ഇങ്ങനെ കാത്തിരിക്കണം. ചിലയോ വന്നിട്ട് പറയാം നാളെ 12 മണിയാകുമ്പോഴേക്കും ഒരു റിസൾട്ട് കിട്ടുന്നു. അതെല്ലാവർക്കും അറിയാം. ഇന്ന് ഒരു റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നതെന്ന് നമുക്കറിയാം. ഇനിയിപ്പോഴും എല്ലാ സംവിധാനങ്ങളും വരും. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ സാധാരണക്കാരായ ഒരു പൗരന് ഒരു വിലയും ഇല്ലാന്ന് ഇപ്പോഴും മനസ്സിലായത്. ശരിക്കും നമ്മളൊക്കെ എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചില ഈ സ്ഥലത്തൊക്കെ ഈ ജമ്മു കാശ്മീരിലും അതുപോലെ ഉത്തരാഖണ്ഡിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുക? അതായത് നമ്മളെയൊന്നും കണ്ടെത്തും എന്നുള്ളതിൽ യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഒരു ഗ്യാരണ്ടിയുമില്ല. നമ്മൾ മല അടിവാരത്തിലൂടെ പോകുമ്പോൾ അത് മൊത്തം ഇടിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ടെത്തുന്നോ ഇല്ലെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാൾ വരുന്നോ ഒരു ഗ്യാരണ്ടി നമുക്കില്ല. ആ ഒരു ഗ്യാരണ്ടി നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതേ അവസ്ഥയാണ് ഒരു 3-4 മാസം മുമ്പ് ഒരു സിനിമ ഇറങ്ങിയില്ലേ നമ്മളെ നയൻതാരേൻ്റെ. ഈ നയൻതാരേൻ്റെ സിനിമയും ഇത് തന്നെയാണ്. ഒരു ബസ്സിൽ അകപ്പെട്ടു പോകുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതാണ് ഓർമ്മ വന്നത് ഈ അർജുൻ്റെ അവസ്ഥ. അർജുൻ ഇനി ഇതുപോലെ ലോറിക്കുള്ളിൽ എവിടെയെങ്കിലും അകപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ടാവോ? നിൽക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അവിടുന്ന് എങ്ങനെയെങ്കിലും ജീവനോടുകൂടി കിട്ടിയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ചില ആൾക്കാർ വന്നിട്ട് ആവശ്യമില്ലാതെ കമൻറ്റുകൾ ഈ വീട്ടുകാർ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് എഴുതുകയാണ്. ചില ആൾക്കാർ എഴുതുകയാണ്, ആ സഹോദരിക്ക് ഒരു ദുഃഖവുമില്ല, കണ്ടില്ലേ? ആ സഹോദരി ചിരിക്കുന്നത് കണ്ടില്ലേ? നമ്മൾ മലയാളികൾ ആരെങ്കിലും ശരിക്കൊന്ന് പോയി ചിരിച്ചിട്ടുണ്ടോ? ഈ ഒരു സംഭവം അറിഞ്ഞതിൽ പിന്നെ എല്ലാ വീടുകളിലും ചർച്ച എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ അർജുൻ മാത്രമാണ്. അതിൽ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ക്രിസ്ത്യാനിയായിട്ട്, മുസ്ലിമായിട്ട്, ഹിന്ദു ആകട്ടെ, ഇവരെല്ലാവരും അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അർജുനെയാണ്.
എന്നിട്ടും ചില ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് പറയാം, സഹോദരി കണ്ടോ പറയുന്നത്, സഹോദരിക്കൊരു ദുഃഖവുമില്ല, ഭാര്യയ്ക്കൊരു ദുഃഖവുമില്ല. ഈ ദുഃഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അളവെടുക്കുന്നത്? ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലാണോ അളവ്? എനിക്ക് തോന്നുന്നത് അതാണ്, കരച്ചിലാണ് അളവ്. ദുഃഖത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ കരച്ചിലാണ്. അതുകൊണ്ടാണല്ലോ മരിച്ച വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ചില ആൾക്കാർ പറയുന്നത്, പിന്നെ അപ്പം സഹോദരി നല്ലോണം കരയുന്നുണ്ട് കേട്ടാ, ഭാര്യയ്ക്ക് അത്ര വലിയ ദുഃഖമില്ല, അമ്മക്ക് ഒരു ദുഃഖവും ഇല്ല. ഇങ്ങനെയാണ് ചില ആൾക്കാരുടെ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഉളുപ്പ് വേണ്ടേ കമൻറ്റ് ഇടുന്നവന്? ഞാൻ ഈ കമൻറ്റ് ഇടുന്നവൻ്റെ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമോ നോക്കി അവിടെ നിന്ന്. അതായത് ഇവന്മാർക്ക് ഒറിജിനലാണോ എന്ന് അറിയണ്ടേ. പക്ഷെ അതുമല്ല, ഒറിജിനലും അല്ല, എല്ലാം എന്ന് പറഞ്ഞാൽ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കലാണ്. ഒറിജിനലായിട്ട് ഒറ്റത്തിന് ഈ ഇമാതിരി തോന്നിയ ദിവസം ചെയ്യില്ല. ഈ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ടാണ്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണ് മനുഷ്യന്മാർ. അതിനിടയ്ക്ക് കലിയുക വരുന്നതിനും മറ്റേ വരുന്നതിനും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയും പറയുന്നു. ഇനിയിപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഗവൺമെൻറ്റുകൾ തമ്മിൽ സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും, ആരൊക്കെ അവിടെ ഇറക്കാൻ കഴിയും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പിന്നെ എന്താ പറയുക കോഴിക്കോട് നിന്നൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ നല്ല കഴിവുള്ളവരാണ്. അവരൊന്നും ഈ 5 പൈസ മോഹിച്ചു പോയവരല്ല. അവിടെ പോയിരുന്ന് ആ ദുരന്ത മുഖത്ത് ജോലി ചെയ്യുന്ന ഓരോ ആൾക്കാരും അവർക്കൊന്നും ശമ്പളമോ ഒന്നുമില്ല. അവരുടെ ജീവൻ പോയാലും വേണ്ടിയില്ല, നമ്മളൊരു ജീവൻ കണ്ടെടുക്കുമെന്നാണ് അവരുടെ മുദ്രാവാക്യം തന്നെ. അപ്പം അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരച്ചിലിനെ അനുവദിക്കണം. അല്ലാതെ നിങ്ങളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആരോട് സമാധാനം പറയും? അതല്ല പറയേണ്ടത്. അവരൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് കച്ചകെട്ടി വന്നിരിക്കുകയാണ്. അപ്പം അവരെയൊക്കെ തെരയാൻ വേണ്ടിയിട്ട് വിടുക വേണ്ടത്. ഇന്നലെ ഒരുത്തം പറയുന്നുണ്ട്, മറ്റേ ഈ പിന്നെ കോഴിക്കോട് നിന്ന് പോയേ, അവരെ പുഴയിലിറങ്ങാൻ വിടുന്നില്ല. അവരോട് പറയുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ ബോട്ടിൽ കയറിയിട്ട് ഒന്നിങ്ങനെ കറങ്ങിയിട്ട് വന്നോന്ന്. അവർ ഇറക്കണം. അവർക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയില്ലേ മുങ്ങൽ വിദഗ്ധരില്ലേ, അതായത് പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ സാധാരണ ജോലിക്കാരനെ അവരൊക്കെ മുങ്ങൽ വിദഗ്ധരുണ്ട്. അതിൽ ആ മുങ്ങൽ വിദഗ്ധരുടെ സഹായങ്ങളൊക്കെ തേടണം. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി, അർജുനെ വീണ്ടെടുത്തേ മതിയാവൂ. എവിടെ പോയി, എന്ത് സംഭവിച്ചു അർജുന്, അത് നമ്മൾ അത് കണ്ടെത്തിയാൽ മതിയാവും. അതിനൊരു ഉത്തരം വേണം നമുക്ക്. അല്ലാതെ പിന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെ. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വളരെ മോശം തന്നെയാണ്. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, എല്ലാ നേതൃത്വവും കണക്ക് തന്നെയാണ്. സമ്മർദ്ദം ചൊലുത്താൻ പറ്റുന്നവരൊക്കെ മിണ്ടാതിരിക്കുകയാണ്. അവരൊന്നും മിണ്ടുന്നേ ഇല്ല. അവർക്കൊന്നും അങ്ങനെ ഒരു സംഭവമേ അറിയില്ല എന്നല്ല മട്ടാണ്. നല്ല രീതിയിൽ സമ്മർദ്ദം ചൊലുത്താം. അന്ന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടായേനെ. ഇന്നിപ്പോൾ എവിടെയാണ്, എന്താണ് എന്നൊന്നും ആർക്കും ഒരു പിടിപാടുമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ അർജുൻ്റെ വീട്ടുകാരുടെ ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ ശരിക്കും പിന്നെ എന്താ പറയുക, നമുക്ക് തന്നെ വലിയ വിഷമമായിപ്പോയി, കരഞ്ഞു പോയായിരുന്നു. കാരണം അവർക്ക് എത്രമാത്രം ദുഃഖം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എത്രമാത്രം ദുഃഖത്തിലാണ് അവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു പ്രതീക്ഷയായിരുന്നു അവർക്ക്. വെള്ളിയാഴ്ച മുതൽ ശനിയാഴ്ച ആയാലും അവർക്ക് എന്തൊരു പ്രതീക്ഷയായിരുന്നു എന്നറിയോ. ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ പ്രതീക്ഷയൊക്കെ പോയി കിടന്ന് ആകെ എന്താ പറയേണ്ടത്, എന്തോ സംഭവിക്കുക. അവരെല്ലാം തയ്യാറായി, അവർ നേരിടാൻ തയ്യാറായി. അവർക്ക് ഏകദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ വിഷമം ഇപ്പോൾ വേറൊരു അവസ്ഥയിലായി അവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അർജുൻ്റെ ഭാര്യയായാലും അമ്മയായാലും സഹോദരൻ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നേരിടാൻ തയ്യാറായി. അവർക്ക് മനസ്സിലായി അവരുടെ ദുരന്തം എന്താണെന്ന് മനസ്സിലായി അവിടുന്ന്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടു കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എത്രയും പെട്ടെന്ന് അത് സാധിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നന്ദി, നമസ്കാരം.